ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് മല്ലേശ്വരം പോവാണ് സ്ട്രീറ്റ് ഷോപ്പിംഗ്. എങ്ങനെ പോവാന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നത് ബനശങ്കരി വരെ ബസ്സിന് പോയി ബനശങ്കരിയിൽ നിന്ന് മെട്രോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാറ്റർഡേ ആയതുകൊണ്ട് ട്രാഫിക് കൂടുതലായിരിക്കും, അപ്പോൾ മെട്രോന് പോകണേ ബെറ്റർ തോന്നുന്നു. ഇന്ന് ഞാനും അച്ഛയേ ഉള്ളൂ, തങ്കു ഇല്ല. തങ്കു നാട്ടിൽ പോയിട്ടുള്ളത്. സോ നമ്മൾ ഊബർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഊബർ വന്നു. നമ്മൾ അഗരേക്കാണ് പോണത്. ഇനി അഗരേന്ന് ബനശങ്കരിക്ക് ബസ് കയറണം. അപ്പോൾ അഗര എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ എത്തിയപ്പോഴേക്കും ബനശങ്കരിയിലേക്കുള്ള ബസ് കിട്ടി. AC ബസ്സായിരുന്നു, 25 രൂപ. നമ്മളൊരു 30-35 മിനിറ്റിനുള്ളിൽ ബനശങ്കരി മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. ബസ് സ്റ്റോപ്പിൽ നിന്ന് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷൻ ബനശങ്കരി മെട്രോ സ്റ്റേഷൻ എത്തി. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കാണാം. വീഡിയോ ആണ് വീഡിയോ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു. കൊച്ചി മെട്രോ പോലെയല്ല, ഇവിടെ ഇങ്ങനത്തെ കോയിൻ ആണ്. ഇതാണ് കോയിൻ. ഒരാൾക്ക് 30 റുപ്പീസ് ആയിരുന്നു. നമ്മൾ മന്ത്രി സ്ക്വയർ മാളിക്കാണ് പോണത്. ഗൈസ്, ഇവിടെ ലൈനൊക്കെ ഉണ്ട്. ലൈൻ ബൈ ലൈനായി നിൽക്കണം കയറാൻ. പിന്നെ ലേഡീസിന് സെപ്പറേറ്റ്, ജെൻസിന് സെപ്പറേറ്റ്, അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിൽ മെട്രോ ഇല്ല. ഓക്കെ, നമ്മളെത്തി. മന്ത്രി സ്ക്വയർ മാളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര റഷായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മെട്രോന്ന് വീഡിയോ എടുക്കാൻ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. ബൈ. ഗൈസ്, നമ്മൾ മന്ത്രി സ്ക്വയർ മാളിലേക്ക് എത്തി. നമ്മളൊന്ന് ചുറ്റിക്കറങ്ങി നോക്കണം. ഇതെല്ലാം നമ്മൾ ആവശ്യം. നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനാണ് പോണത്. സോ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഫ്ലോണ്ട് ബാസ്ക്കറ്റിൽ കയറി. ഒരു റോസ് സിൽവർ, പ്യുവർ റോസ് സിൽവേഴ്സ് ജ്വല്ലറി ആയിരുന്നു. അങ്ങനെ നമ്മൾ അച്ഛന് ഒരു നെക്ക് ചെയിൻ വാങ്ങിച്ചു. ഞാൻ റൂമിലെത്തിയിട്ട് കാണിച്ചു. ബൈ. പിന്നെ നമ്മൾ മന്ത്രി സ്ക്വയർ മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ നോർത്ത് ഇന്ത്യൻസ് ഇങ്ങനെ കുറേ ഒരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. സിൽവർ ജ്വല്ലറീസ്, പിന്നെ നമ്മൾ വള, മാല, ക്ലിപ്പ്, അതുപോലത്തെ സാധനങ്ങൾ, മെയിൻലി ചിക്കൻ കാരി കുർത്തീസൊക്കെ ആയിരുന്നു. പക്ഷെ അവർ കുറച്ചുകൂടി റേറ്റ് കൂട്ടിയിട്ടാണ് തോന്നണു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളങ്ങനെ വാങ്ങിച്ചില്ല. അവിടെ നിന്നൊന്നും സ്ട്രീറ്റിലേക്ക് നടന്നു. പിന്നെ നമ്മൾ കയറിയത് ഇങ്ങനത്തെ ഒരു ഷോപ്പിലായിരുന്നു. അതായത് നമ്മൾ നൈറ്റ് വെയേഴ്സ്, സ്ലീപ്പ് വെയേഴ്സൊക്കെ കൂടുതലായിരുന്നു അവിടെ. അമ്മമാരുടെ നൈറ്റീസ്, നമ്മളെ ട്രൗസേഴ്സ്, പിന്നെ ഫ്ലെയർഡ് സ്കേർട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റേറ്റൊന്നും അധികം നോക്കിയില്ല.
നമ്മൾ അവിടെ നിന്നൊന്നും കാര്യമായിട്ട് വാങ്ങിച്ചുമില്ല. പിന്നെ വരണ വഴിയാണ് നമ്മൾ ഈ ബുക്സിൻ്റെ ഷോപ്പ് കണ്ടത്. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം വായിച്ച ബുക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി വിൽക്കാം. അപ്പോൾ അവർ അതിന് വേറൊരു പ്രൈസ് ഇട്ട്, അതായത് ആ ഒറിജിനൽ ബുക്കിൻ്റെ പ്രൈസിനേക്കാളും കുറച്ചൊരു പ്രൈസ് ഇട്ട് നമുക്ക് വിൽക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 4 ബുക്ക് വാങ്ങിച്ചു. ഇംഗ്ലീഷ് ബുക്സാണ് വാങ്ങിച്ചത്, മലയാളം ബുക്സൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അത്യാവശ്യം റേറ്റ് കുറവ് തന്നെയായിരുന്നു. നമ്മൾ ഓൺലൈനിൽ അപ്പം തന്നെ പ്രൈസ് നോക്കി, അപ്പോൾ ഇത് കുറവായതുകൊണ്ട് 4 ബുക്ക് വാങ്ങിച്ചു. പിന്നെ അതുവഴി നടന്നു വരുമ്പം കണ്ടത് 10 രൂപ കമ്മലിൻ്റെ കടയായിരുന്നു. അത് ആക്ച്വലി ഭയങ്കര വർത്തായിരുന്നു. നമുക്ക് തോന്നുകയേ ചെയ്യില്ല 10 രൂപയ്ക്ക് ഇത്രയൊക്കെ കമ്മൽ കിട്ടുമെന്ന്. ജ്വല്ലറീസാണ് നമ്മൾ മല്ലേശ്വരത്ത് നിന്ന് കൂടുതൽ വാങ്ങിച്ചത്. ഡെയിലി വെയർ കമ്മൽ അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ വാങ്ങിച്ചത്. ഞാൻ ഇതിൻ്റെ ഒക്കെ മല്ലേശ്വരത്ത് നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ മൊത്തത്തിൽ ഒരുമിച്ചൊരു വീഡിയോ ഇടാം. പിന്നെ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഡൊണ്ണെ ബിരിയാണി ഹൗസിലാണ് കയറിയത്. ഒരു കുട്ടി ഹോട്ടലാണ്, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റൊക്കെ ക്യൂ നിന്ന ശേഷമാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. ആ മല്ലേശ്വരത്തെ സ്പെഷ്യൽ ഫുഡ് പറഞ്ഞത് ഡൊണ്ണെ ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ഡൊണ്ണെ ചിക്കൻ ബിരിയാണി, അച്ചു ഡൊണ്ണെ എഗ്ഗ് ബിരിയാണിയാണ് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവെ ഇങ്ങനെ കുഴഞ്ഞ ബിരിയാണിയാണ് ഇഷ്ടം, പക്ഷെ അച്ചുവിന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പൈസക്കും വർത്തായിരുന്നു. 190 അങ്ങനെ എത്രയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും മെട്രോക്ക് മന്ത്രി സ്ക്വയർ മാളിൽ വരണം. അപ്പോൾ ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് H&M ഒന്ന് കയറി. അറിയാലോ, ഒടുക്കത്തെ റേറ്റാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കാര്യമായി ഒന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് നോക്കി വന്നു. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി വീണ്ടും മെട്രോയിലാണ് ടിക്കറ്റ് എടുത്തു. ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഞാൻ ട്രെയിൻ വന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ അങ്ങനെ ഡയറക്റ്റ് PGയിലേക്ക് തന്നെ വന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.